ഹലോ ഗായ്സ്, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ടിമ്പിൾ ബ്രിഗേഡ് മത്സരത്തോടനുബന്ധിച്ച് തലേ ദിവസത്തെ ഓരോരോ പരിപാടികളൊക്കെയാണ്. ഹായ് ഗായ്സ്, അപ്പം നമ്മൾ വൈകിട്ടാണ് നമ്മുടെ ടിമ്പിൾ ബ്രിഗേഡിൻ മത്സരത്തിൻ്റെ തലേദിവസമാണ് ഗായ്സ്. അപ്പോൾ എല്ലാവരും ഭയങ്കര പരിപാടിയിലാണ്. യാഗ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം. ഗായ്സ്, അപ്പം നമുക്ക് ആൻറ്റിയോട് ചോദിക്കാം, അയ്യാമ്മയോട് ചോദിക്കാം. അയ്യാമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് നാളത്തെ പരിപാടിനെ പറ്റി? അതെ ഗായ്സ്, വലിയൊരു വിജയമാക്കി തീർക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അതെ ഗായ്സ്. ആഷ്മി കൊച്ചിന് എന്താണ് പറയാനുള്ളത്? ഗായ്സ്, ആഷ്മിക്ക് ഒന്നും പറയാനില്ലെന്നാണ് പറയുന്നത്. ബിബിച്ചു ചേട്ടായിക്ക് എന്നാ പറയാനുള്ളത്? ബിബിച്ചു ചേട്ടായി ആർക്കും ഒന്നും പറയാം. ഇപ്പം നമ്മുടെ സുഭാഷയും വിനോദയും വരുന്നുണ്ട്. നമുക്ക് അടുത്ത സുഭാഷയോട് വിനോദയോട് ചോദിക്കാം നാളത്തെ പരിപാടിയെ പറ്റിയുള്ള അഭിപ്രായം. അല്ല, നാളത്തെ പരിപാടിയെ പറ്റി എന്താണ് അഭിപ്രായം? വളരെ മെച്ചമായ രീതിയിൽ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. നാളെ നമുക്ക് മനോഹരമായ രീതിയിൽ നടത്തപ്പെടേണ്ടത് മാത്രമേ ഉള്ളൂ. എല്ലാവരും അതിനുവേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. സെറ്റായിക്കൊള്ളും. അതെ ഗായ്സ്, നമുക്ക് ഈ സുഭാഷയോട് ചോദിക്കാം. ഗായ്സ്, അയ്യക്ക് എന്താണ് പറയാനുള്ളത്? വളരെ മനോഹരമായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാമെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സഹകരണങ്ങൾക്കും നമ്മുടെ യുവജനങ്ങൾക്ക് കൃത്യമായ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അപ്പയോട് ചോദിക്കാം നാളത്തെ പരിപാടിനെ പറ്റി. അപ്പോൾ എന്താണ് പറയാനുള്ളത്? അതായത് ഞങ്ങളുടെ പുതുച്ചറ സാൽവേഷൻ ആർമി സഭയുടെ സെന്റിനറിയോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന 1 ഇയർ പ്രോഗ്രാമിൽ ഈ സഭയിലെയും മറ്റ് സഭകളിലെയും രക്ഷാസേനയിലെ മറ്റ് സഭകളിലെയും യുവജനങ്ങളും ഭവന സംഘങ്ങളും ഈ ടാമ്പറിൻ കോമ്പറ്റീഷൻ പരിപാടി നടത്തുന്നു. അത് എത്രയും മനോഹരമാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കണക്കിനോട് ചോദിക്കാം. നമ്മുടെ പള്ളിയിലെ ഏറ്റവും വലിയൊരു ഘടകം തന്നെയാണ് കണക്കിനെന്ന് പറയുന്നത്. നമ്മുടെ കണക്കിനോട് ചോദിക്കാം. കണക്കാ, നാളത്തെ നമ്മുടെ പ്രോഗ്രാമിനെ പറ്റി എന്താണ് പറയാനുള്ളത്? നമ്മുടെ പ്രോഗ്രാം നാളെ നല്ല ഭംഗിയായിട്ട് നാളെ 9 ടീം അല്ലേ? 9 ടീം മത്സരം കപ്പ് നമ്മളായി ഇരിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതെ ഗായ്സ്, ഞങ്ങൾക്ക് ഫസ്റ്റ് ഇട്ടുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. നമുക്ക് നോക്കാം. അടുത്ത ആളോട് ചോദിക്കാം. സത്യജായി ചോദിക്കാം. സത്യജായി നാളത്തെ പരിപാടിയെ പറ്റി എന്താണ് അഭിപ്രായം? അതെ ഗായ്സ്, ഞങ്ങൾ പൊളിക്കും. നമുക്ക് നമ്മുടെ പിള്ളേർ സെറ്റിനോട് ചോദിക്കാം നാളത്തെ പരിപാടിയെ പറ്റി അവരുടെ അഭിപ്രായം എന്താണെന്ന്. കാരണം നമ്മുടെ പിള്ളേർക്ക് ഡാൻസ് പഠിച്ച് സെറ്റ് ആയിട്ടിരിക്കുകയാണ്. സായി റോജിനും ബായിക്കളും വരുന്നുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. റോജ് ഞങ്ങൾക്ക് ഓടാണ് ഗായ്സ്. ചിങ്കോച്ചേട്ടാക്കി എന്താണ് നാളത്തെ പരിപാടിയെ പറ്റി എന്താണ് പറയാനുള്ളത്? അപ്പയ്ക്ക് എന്താണ് നാളത്തെ പരിപാടിനെ പറ്റി പറയാനുള്ളത്? നാളത്തെ പരിപാടി കാലാവസ്ഥയൊക്കെ ഒന്ന് നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ അതൊക്കെ കാര്യമായിട്ടുണ്ട്. നല്ല രാവിലെ ചെറുതായിട്ടൊരു മഴ പെയ്യുമെന്ന് എൻ്റെ ഒരു ഉദ്ദേശം. എങ്കിലും മാറ്റി തരുമെന്ന് വിചാരിക്കും. നല്ല അടിപൊളിയാണെന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഓക്കെ, നമ്മുടെ അയ്യാമ്മ നിൽക്കുന്നു. അയ്യാമ്മയ്ക്ക് വൈകി ഗായ്സ്. മരേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഗായ്സ്, മരേച്ചി കൈ കുപ്പി കാണിക്കുകയാണ് ഗായ്സ്. വയ്യ. ഇതൊക്കെയാണ് ഗായ്സ് നാളത്തെ ഫുഡിന് വേണ്ടിയുള്ള ഓരോരോ പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ. അതൊക്കെയാണിത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോരോ തയ്യാറെടുപ്പുകളിലാണ്. ഗായ്സ്, അപ്പം
ഞങ്ങളുടെ ഒരു പരിപാടിയിലാണ് ഗൈസ്. ചേച്ചി എന്നാ പറയുള്ളത്? പ്രത്യേകം ഒന്നും പറയാനില്ല, പേടില്ല. പരീക്ഷ എന്തെങ്കിലും പറ. ഗൈസ് ഒന്നും പറയുന്നതാണ് പറയുന്നത്. ഇപ്പോൾ സാന്ദ്ര എടുക്കുക ചെന്നാൽ ചിലപ്പോൾ സാന്ദ്ര എൻ്റെ വഴക്ക് പറയുന്നത് എനിക്ക് പേടിയാണ്. എങ്കിലും നമുക്ക് ചോദിച്ചു സാന്ദ്ര ഇതാണ് നമ്മുടെ എല്ലാവരും പഠിച്ച നമ്മുടെ മാസ്റ്റർ വിക്രം സാർ എന്ന് പറയുന്ന പോലെ സാന്ദ്ര നമുക്ക് ചോദിക്കാം. ഞങ്ങൾ നാളെ ഞങ്ങളുടെ മത്സരത്തിലേക്ക് കടന്നു പോവാണ്. നാളെ സന്തോഷം. നമ്മളിപ്പോൾ നാളെ കാത്തിരുന്ന സുധിനാണ് നാളെ വരാൻ പോകുന്നത്. രണ്ട് ഞങ്ങൾക്ക് ഒന്നല്ല, 2 ടീമുണ്ട്. ഒരു ടീമിന്റെ മാത്രമേ ക്യാപ്റ്റൻ ഞാനുള്ളൂ, മറ്റേ ടീമിന്റെ ക്യാപ്റ്റൻ ആവാം. ഞങ്ങളുടെ ശത്രുക്കളാണ് ഗൈസ്. അത് ഗൈസ് പിള്ളേർ സെറ്റാരുണ്ട് ഗൈസ്. ഗൈസ് അപ്പം അലീസ എന്നാണ് പറയാനുള്ളത്? എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് നാളത്തെ ഒരു കാര്യം. ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഗൈസ് അപ്പം നമ്മുടെ പിള്ളേർക്ക് സെറ്റായിട്ട് നിൽക്കുകയാണ്. ഇവരൊക്കെയാണ് ഗൈസ് നാളെ ടിംബർലിന്റെ സ്റ്റേജ് കയറുന്നത്. നമുക്കിവിടെ ചോദിക്കും, അഭിപ്രായം ചോദിക്കാം. ഗായ്സ് അങ്ങനെ എല്ലാവരും ഓരോരോ പരിപാടികളിലാണ്, എല്ലാവരും ഓരോരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായ പണികളാണ് ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നമ്മുടെ സ്റ്റേജൊക്കെ സെറ്റാക്കി പിള്ളേരെയൊക്കെ ഒന്ന് വിളിച്ച് വരുത്തി ഡാൻസൊക്കെ ഒന്ന് കളിപ്പിച്ച് നോക്കുകയാണ്. അതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും. അങ്ങനെ സ്റ്റേജിൽ എല്ലാവരെയും കളിപ്പിച്ചൊക്കെ നോക്കി അതൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ട് എല്ലാവരും ഓരോരോ പരിപാടികളിലാണ്, എല്ലാവരും ഓരോരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ നാളത്തെ പരിപാടി ഏറ്റവും ഉചിതവും ചന്തവുമായി നടത്തുന്നതിന് വേണ്ടി അതിന് മുന്നോടിയായി എല്ലാവരും ഓരോരോ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ പേരാണ് ബലൂൺ വീർപ്പിക്കുകയാണ്, ബലൂണൊക്കെ വീർപ്പിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെ അടിപൊളിയാക്കാമോ അതുപോലെയൊക്കെ അടിപൊളിയാക്കി, എത്ര സെറ്റാക്കാമോ അതുപോലെ സെറ്റാക്കി അടിപൊളിയാക്കുവാനാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്. അതിനുള്ള ഒരു അധ്വാനത്തിലാണ് എല്ലാവരും. അങ്ങനെ നാളത്തെ ടിംബർ ബ്രിഗേഡ് മത്സരത്തിൽ നമ്മുടെ പള്ളിയിൽ നിന്ന് 2 ടീമുകളാണ് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട അയ്യ നമ്മുടെ 2 ടീമുകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഗായ്സ് ഇനി ഞങ്ങളുടെ ഒരുപാട് വീഡിയോകൾ വരാനുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പം പുതിയൊരു വീഡിയോ ആയി കാണുന്നവരം വരെ ബൈ.